കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെയാണ് ഭരണകാലഘട്ടം. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ധർമ്മരാജ എന്നുള്ളതാണ്. തലസ്ഥാനം അദ്ദേഹം പത്മനാഭപുരത്തിൽ നിന്നും തിരുവനന്തപുരത്തിലോട്ട് മാറ്റിയപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ എന്ന് പറയുന്നത് പത്മനാഭപുരമായിരുന്നു. അവിടെ നിന്നും തിരുവനന്തപുരത്തോട്ട് മാറ്റി. ദീർഘകാലം തിരുവിതാംകൂർ ഭരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് കിഴവൻ രാജ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതിർത്തിയിൽ മൈസൂർ അറ്റാക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നെടുങ്കോട്ട നിർമ്മിച്ചു. അവിടെ ഒരു കോട്ട നിർമ്മിച്ചു. ആ കോട്ടൻ്റെ പേരാണ് നെടുങ്കോട്ട എന്നുള്ളത്. പിന്നെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരിൽ നിന്നും പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും വിലയ്ക്ക് വാങ്ങി. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജ കേശവദാസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ. പിന്നെ അതിൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള ആ സ്റ്റേറ്റിനെ, തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്നായിട്ട് വിഭജിച്ചു. റവന്യൂ വിഭാഗങ്ങളാക്കിയിട്ട് വിഭജിച്ചു. മാർത്താണ്ഡപിള്ളയുടെ മറ്റൊരു കാര്യമാണ് വർക്കല നഗരം സ്ഥാപിച്ചിട്ടുള്ളത്. അതിനുശേഷം ആദ്യത്തെ ദിവാൻ എന്നുള്ളൊരു പദവി ലഭിക്കുന്നത് രാജാ കേശവദാസ് ആയിരുന്നു. രാജാ കേശവദാസിനെ വലിയ ദിവാൻജി എന്നും അറിയപ്പെടുന്നുണ്ട്. വലിയ ദിവാൻജി എന്ന് ബഹുമാനപൂർവ്വം ആളുകൾ വിളിച്ചിരുന്ന പേരാണ് വലിയ ദിവാൻജി എന്നുള്ളത്. പിന്നെ കൃഷിയും വ്യവസായങ്ങളും വികസിപ്പിച്ചത്, അതിന് വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ള ആളും രാജാ കേശവദാസ് തന്നെയായിരുന്നു. പിന്നെ കുളച്ചൽ, പൂന്തുറ തുറമുഖങ്ങളൊന്നും കൂടെ വിപുലീകരിച്ചിട്ടുള്ളത് രാജാ കേശവദാസ് ആയിരുന്നു. അത് ആദ്യം നിലവിലുണ്ടായിരുന്ന തുറമുഖങ്ങളായിരുന്നു, അതൊന്നും കൂടെ നവീകരിച്ചു. പിന്നെ വാണിജ്യത്തിന് വേണ്ടിയിട്ട് വിഴിഞ്ഞം ഒരു ചെറിയൊരു തുറമുഖമായിട്ട് വികസിപ്പിച്ചു. ആലപ്പുഴയിൽ ഒരു തുറമുഖം തുറന്നു. ഇതെല്ലാം നമ്മുടെ രാജാ കേശവദാസിന്റെ പ്രവർത്തനങ്ങളായിരുന്നു.